ഒരുപാട് പേരുടെ എക്സ്ട്രാ ഓർഡിനറി പീക്ക് സിനിമ എക്സ്പീരിയൻസ് എന്നൊക്കെയുള്ള റിവ്യൂസ് കണ്ട് അത്യാവശ്യം എക്സ്പെക്റ്റേഷൻസ് ഒക്കെ ആയാണ് എക്കോയ്ക്ക് പോയത്. ക്ലൈമാക്സ് കഴിഞ്ഞപ്പോൾ ഉള്ള തിയേറ്റർ റെസ്പോൺസും ആളുകളുടെ അടക്കം പറച്ചിലും ഒക്കെ കേട്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി. എനിക്ക് മാത്രമല്ല, ഭൂരിഭാഗം ഓഡിയൻസിനും എക്കോ ശരാശരിക്ക് മുകളിൽ നിൽക്കുന്ന ഒരു തിയേറ്റർ അനുഭവം മാത്രമായാണ് അനുഭവപ്പെട്ടത്. ഇറ്റ്സ് എ ഗുഡ് മൂവി. ഒരുപാട് ലേയേഴ്സ് ഉള്ള അടുത്തത് എന്ത് എന്ന് പ്രേക്ഷകനെ ചിന്തിക്കാൻ വിട്ടു തന്നിട്ടുള്ള ഒരു സിനിമയായിട്ട് കൂടി ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉള്ള ഇൻകംപ്ലീറ്റ് തിരക്കഥ തന്നെയാണ് എക്കോയുടെ പ്രധാന നെഗറ്റീവായി ഫീൽ ചെയ്തത്. ഭർത്താവ് മരിച്ചെന്ന് കള്ളം പറഞ്ഞ് മ്ലാത്തിച്ചേട്ടത്തെ സ്വന്തമാക്കാൻ വരുന്ന കുര്യച്ചൻ ഒരു തരത്തിലും നായകളെ മറികടന്ന് ആ വീടിനുള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായപ്പോൾ അയാൾ കയ്യിലിരുന്ന തോക്കെടുത്ത് നായകളെ എല്ലാം വെടിവെച്ച് വീഴ്ത്തുന്നു. അതുമാത്രമല്ല, ആനയും കാട്ടുപോത്തും പുലിയും ഒക്കെ വേട്ടയാടിയ ചിത്രങ്ങളും കുര്യച്ചന്റെ വീട്ടിൽ കാണാം. കുര്യച്ചൻ ഒരിക്കലും ഒരു ഡോഗ് ലവർ അല്ല. ഒരു ബിസിനസ് പോലെ മാത്രം ഡോഗ് ബ്രീഡിങ്ങിനെ കാണുന്ന കോൾഡ് ബ്ലഡഡ് പേഴ്സൺ തന്നെയാണ് കുര്യച്ചൻ എന്ന് ആ ഒരൊറ്റ സീനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതെന്റെ പട്ടാളമാണ്, ഇവരെ മറികടന്ന് ആർക്കും ഈ വീട്ടിൽ പ്രവേശിക്കാൻ കഴിയില്ല എന്ന് മ്ലാത്തിയുടെ ഭർത്താവ് പറഞ്ഞതിനോടുള്ള കുര്യച്ചന്റെ ഒരു മേലീക കൂടി നമുക്ക് അവിടെ കാണാൻ കഴിയും. നിയമത്തിനെയും പോലീസിനെയും വെല്ലുവിളിച്ച് ജീവിക്കുന്ന കൊടും ക്രിമിനലായ കുര്യച്ചനെ ഗുഹയിൽ നിന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത വിധം പട്ടികളെ കൊണ്ട് തടവിലാക്കുന്ന മ്ലാത്തി ചേച്ചിയാണ് സിനിമയുടെ അവസാനം കാണിക്കുന്നത്. പക്ഷെ ഒരിക്കലും പട്ടികളെ കൊണ്ട് തളയ്ക്കാൻ പറ്റുന്ന ഒരു ദുർബലനായ കഥാപാത്രമല്ല കുര്യച്ചൻ്റേത്. മദ്യക്കുപ്പികളുമായി ഒരു വെക്കേഷൻ ടൂർ പോകുന്ന ലാഘവത്തോടെയാണ് കുര്യച്ചൻ ഗുഹയിൽ ഒളിവിൽ പോകുന്നത്. വന്യജീവികൾ ഉൾപ്പെടെയുള്ള ഈ ഒരു കാട്ടിൽ കുര്യച്ചനെ പോലൊരു വേട്ടക്കാരൻ സ്വയരക്ഷയ്ക്കായി ഒരു തോക്ക് പോലും കരുതാതെ പോകില്ല. അങ്ങനെയുള്ള കുര്യച്ചന് പുറത്തു വരണമെന്ന് വിചാരിച്ചാൽ പോലും അന്നത്തെ പോലെ എല്ലാ പട്ടികളെയും കൊന്നുതള്ളി വെളിയിൽ വരാം. പക്ഷേ സ്വയം കീഴടങ്ങി ജയിലിൽ പോകുന്നതിനേക്കാൾ കുര്യച്ചൻ വിജയിച്ചത് ഗുഹയിൽ നായകളുടെ പ്രൊട്ടക്ഷനിൽ സമയാസമയം ഭക്ഷണവും വെള്ളവുമൊക്കെയായി കഴിഞ്ഞുകൂടുന്നതിലാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ കഥയിലെ യഥാർത്ഥ നായകൻ കുര്യച്ചൻ തന്നെയല്ലേ. ഒരിക്കൽ കൂടി റീവാച്ച് ചെയ്യുമ്പോൾ സിനിമയിലെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും എക്സ്പ്ലനേഷനും എല്ലാം നമുക്ക് കണക്റ്റ് ആവുന്നെങ്കിൽ പോലും ഒരു കൂട്ടം നായകളെ കൊണ്ട് മാത്രം കീഴടക്കാൻ കഴിയുന്ന ദുർബലനായ ഒരു ക്യാരക്ടറായിട്ടല്ല കുര്യച്ചൻ എന്ന കഥാപാത്രത്തെ സിനിമ കണ്ടിറങ്ങുമ്പോൾ ഓരോ പ്രേക്ഷകരും കാണാൻ ആഗ്രഹിക്കുന്നത്. പോത്തനിൽ നിന്നും സത്യമറിഞ്ഞ മ്ലാത്തിച്ചേട്ടത്തി അത് കുര്യച്ചനോട് ചോദിച്ച് ഉറപ്പ് വരുത്തുന്നിടത്ത് തന്നെ ഒരു പ്രേക്ഷകന് സംവിധായകൻ ക്ലൈമാക്സിൽ അവതരിപ്പിക്കാൻ വെച്ച ട്വിസ്റ്റ് മനസ്സിലാവുകയും പിന്നീട് ഈ ഒരു സിനിമ ഒരു പ്ലെയിൻ എൻഡിങ്ങിലേക്ക് അവസാനിക്കുകയാണ് ചെയ്തത്.